നിന്നെ കൊണ്ടത് സാധിക്കില്ല എന്ന് പറഞ്ഞോ, വൈശാഖ് അത് നേടിയെടുത്തിരിക്കും. ഇവിടെ ഒന്നും ഇംപോസിബിൾ അല്ല, എല്ലാം പോസിബിൾ ആണ്. കളിയും ചിരിയും ചില്ലറ കാര്യങ്ങളുമായി ഇതാ ചൈതുവാണ് കൂടെയുള്ളത് ഓൺ 104 മിർച്ചി. സംഗതി ഹോട്ട് ആണ്. മിർച്ചി അൺസ്റ്റോപ്പബിൾ. ജന്മന തന്നെ രണ്ട് കൈകളില്ലാതെ ജനിച്ചിട്ടും വരയിൽ അഗ്രഗണ്യനായി മാറിയിട്ടുള്ള പല രീതിയിലുള്ള റെക്കോർഡ്സ് നേടിയെടുത്തിട്ടുള്ള വൈശാഖാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. വൈശാഖെ, ഇതുപോലെ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് വൈശാഖ് പോസിബിൾ ആക്കി തീർത്തിട്ടുള്ളത്? എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് മറ്റുള്ളവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടത്തില്. അതായത് ഞാൻ ജനിച്ചപ്പോ തന്നെ എന്റെ വീട്ടുകാർക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ വളരും, എന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഷോക്കിലായിരുന്നു എന്റെ വീട്ടുകാര്. ഇന്നത്തെ പോലത്തെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ കണ്ണില് ഞാൻ മാത്രമായിരുന്നു ഇങ്ങനെ രണ്ട് കൈയില്ലാത്ത ഒരാളായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർക്കറിയില്ല എന്നെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, എന്നെ ട്രെയിൻ ചെയ്യണം, അതൊന്നും അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതായിരുന്നു അവർക്ക് ഏറ്റവും വലിയ ഷോക്കായിട്ടുള്ളൊരു കാര്യം. പിന്നെ എന്താ പറയാ, ഞാൻ സ്കൂളിൽ ബാലവാടിയിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ എന്നെ സ്കൂളിൽ വിടാൻ പറ്റുമോ, എനിക്ക് എഴുതാൻ പറ്റുമോ, എനിക്ക് പഠിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞ പോലെ എഴുതാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു അവർക്ക്. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലി എഴുതാൻ പഠിച്ചു, വരയ്ക്കാൻ പഠിച്ചു. പിന്നെന്താ പറയാ, ഞാൻ 7ാം ക്ലാസ്സിന് ശേഷം സ്കൂളില് ചീമേനി സ്കൂളിലാണ് പോയത്. അപ്പൊ അവിടെ ബസ് കയറി വേണം പോവാൻ. അപ്പൊ എനിക്ക് ബസ്സിൽ കയറാൻ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര തിരക്കൊക്കെ ആകുമ്പോൾ നിൽക്കാനും വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ സ്കൂളിൽ പോയിട്ട് വരുമ്പോ ബസ് കയറാൻ നിന്നപ്പോ നമ്മൾ കുട്ടികൾ സ്കൂൾ വിട്ട സമയത്ത് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ, കുട്ടികളെല്ലാം ഒന്നിച്ചോടി ബസ് കയറി അങ്ങനത്തെ അപ്പൊ അങ്ങനെ ആ കൂട്ടത്തിൽ ഞാൻ വീണുപോയി. അപ്പൊ വീണുപോയപ്പോ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കസിൻ സിസ്റ്ററാണ്, പിന്നെ അവരുടെ കൂടെ കുറച്ച് അവരുടെ ഫ്രണ്ട്സും പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ നോക്കി എന്നെ ഭയങ്കര ദയനീയമായിട്ട് നോക്കി. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ ഞാൻ പെട്ടെന്ന് എണീറ്റിട്ട് വേഗം ഓടി ബസ് കയറി ഉന്തി തിരക്കി ബസ് കയറി സീറ്റിലിരുന്ന്. അപ്പോ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താ പറയാ, വീണു, പക്ഷെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഓടി ബസ് കയറി സീറ്റ് കിട്ടി. അപ്പൊ ബസ് സീറ്റ് കിട്ടിയപ്പോ എനിക്ക് സന്തോഷം തോന്നി. പക്ഷെ വീണപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. വീണതിലല്ല എനിക്ക് സങ്കടം, എന്നെ മറ്റുള്ളവർ അങ്ങനെ നോക്കി നിന്നതിലാണ് എനിക്ക് സങ്കടം തോന്നിയത്. അപ്പൊ എനിക്കൊരു കാര്യം അന്ന് മനസ്സിലായത്, നമ്മൾ വീഴാണ്ടിരിക്കില്ല. എന്തായാലും ഞാൻ ഇങ്ങനെയാണ്, എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ വീണോണ്ടേ ഇരിക്കും. അപ്പൊ വീണെടുത്ത് തന്നെ കിടന്ന അവരൊരു സഹതാപം എന്നുള്ള രീതിയിൽ, സിമ്പതി എന്നുള്ള രീതിയിൽ എന്നെ എല്ലാവരും നോക്കിക്കാണും. പക്ഷെ നേരെ മറിച്ച് ഞാൻ ഓടി, അവിടെ നിന്ന് വീണെടുത്ത് എണീറ്റ് ഓടി പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ സിമ്പതി മാറും. എന്താ പറയാ, അതെന്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് മാറും എന്നുള്ള രീതിയിൽ എനിക്ക് അന്നൊരു ചിന്ത വന്നു. ഞാൻ വീഴ്വേൻ എന്ന് നിനൈത്തായോ. കളിയും ചിരിയും ചില്ലറ കാര്യങ്ങളുമായി ഇതാ ചൈതുവാണ് കൂടെയുള്ളത് ഓൺ 104 മിർച്ചി. സംഗതി ഹോട്ടാണ്. ദ ഗ്രേറ്റസ്റ്റ് സിൻ ഈസ് ടു തിങ്ക് യുവർ സെൽഫ് വീക്ക്. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന നിങ്ങളുടെ ചിന്ത തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജാനുവരി 12. അന്നാണ് നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. പുത്തൻ ആശയങ്ങളുമായി നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്ന ജിയ, ഹൗ ടു ലീവിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ജിയയെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. മിർച്ചി അൺസ്റ്റോപ്പബിൾ. യെസ്, രണ്ട് കൈകൾ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ മേപ്പോട്ട് നോക്കി പല ഉത്തരങ്ങൾ പറയേണ്ടി വരും അല്ലെ. പക്ഷേ രണ്ട് കൈകളില്ലാതെ ജനിച്ചിട്ട് നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും ചെയ്തെടുത്തിട്ടുള്ള, എന്തിനേറെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഒക്കെ നേടിയെടുത്തിട്ടുള്ള, അതും വരച്ച് നേടിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്താം. കണ്ണൂർ ഏറ്റുകൊടുക്ക് സ്വദേശിയും മൗത്ത് ആൻഡ് ഫുഡ് ആർട്ടിസ്റ്റുമായിട്ടുള്ള വൈശാഖാണ് നമ്മളോടൊപ്പം ഇന്ന് മിർച്ചി അൺസ്റ്റോപ്പബിളിൽ ചേരുന്നത്. രണ്ട് കൈകൾ ഇല്ലാഞ്ഞിട്ട് കൂടി അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്ന് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേട്ടറിയാം. ഇപ്പോഴല്ല, 2-3 പാട്ടുകൾക്ക് ശേഷം. ഇപ്പൊ നമുക്ക് ഭാസ്കർ ദ റാസ്കൽ മൂവിയിൽ വിജയ് യേശുദാസ് പാടിയിട്ടുള്ള പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു മിർച്ചി. സംഗതി ഹോട്ടാണ്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എത്ര തന്നെ പറ്റില്ല എൻ്റെ ഇഷ്ട. കളിയും ചിരിയും ചില്ലറ കാര്യങ്ങളുമായി ഇതാ ചൈതുവാണ് കൂടെയുള്ളത് ഓൺ 104 മിർച്ചി. സംഗതി ഹോട്ടാണ്. മിർച്ചി അൺസ്റ്റോപ്പബിൾ.
രണ്ട് കൈകളില്ലാതെ ജനിച്ചിട്ടും ഇനി ചെയ്യാൻ ബാക്കിയൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വൈശാഖിന്റെ ആ ഒരു കാര്യം. വ്ളോഗ് ചെയ്യണോ, വ്ളോഗ് ചെയ്യും. അതല്ല വരയ്ക്കണോ, അസാധ്യമായിട്ട് വരയ്ക്കും. ആ കൂട്ടത്തിൽ തന്നെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ഇതെല്ലാം തന്നെ കയ്യിൽ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നൊരു കാര്യം മാത്രം അവിടെ പോയി നിന്ന് പറയരുത്, അതങ്ങ് ചെയ്ത് കാണിച്ചു തരും. അതാണ് നമ്മുടെ ഏറ്റുകുടക്ക സ്വദേശിയായിട്ടുള്ള വൈശാഖിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. വൈശാഖിന്റെ ഇത്രയും കാലത്ത് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഒരു യൂത്ത് ഡേയില് വൈശാഖിന് പറയാനുള്ളത് എന്താണ്? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ ലഹരിയും കാര്യങ്ങളൊക്കെ ഒരുപാട് യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാതിരിക്കുക. നമുക്ക് ലഹരി ആവേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സക്സസ് ആയി ആ സക്സസ് കൊണ്ടുള്ള ലഹരി ഉണ്ടാവും. ആ സക്സസ് കിട്ടുമ്പോൾ നമുക്കൊരു ലഹരി ഉണ്ടാവും. ആ ലഹരിയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്കത് മടുക്കത്തില്ല. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് മടുക്കൂല. അപ്പോൾ അത്തരം മടുക്കാണ്ട് നമ്മളൊരു കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ അതിലൊരു മാസ്റ്റർ ആവും. നമുക്കതിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആവും. എന്താ പറയാ, നമ്മളെ അതിന് മുകളിൽ നമുക്ക് മുകളിൽ ആരും വരാത്ത രീതിയിൽ നമുക്കതിന് സക്സസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി എല്ലാവരും ട്രൈ ചെയ്യുക. എന്താ പറയാ, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. എനിക്ക് നിങ്ങളെ ഒരാളെയും മോട്ടിവേഷൻ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആക്കാൻ പറ്റില്ല. നമ്മൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കാതെ നമ്മളെ കാര്യങ്ങൾ ചിന്തിക്കുക. അവരെങ്ങനെയാണ്, അവർക്കതുണ്ട്, ഇവർക്കിതുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്തുണ്ട്, നമ്മൾ അതിലെന്ത് ചെയ്യും, നമുക്കുള്ളത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഉള്ളത് വെച്ചിട്ട് നമ്മളെ അങ്ങനെ ടോപ്പിലെത്തും എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പൊ താങ്ക് യു സോ മച്ച് വൈശാഖ്. കേട്ടുകൊണ്ടിരുന്നത് വൈശാഖിനെയും ചൈതുവിനെയുമാണ് ഓൺ 104 മിർഷി. സംഗതി ഹോട്ടാണ്.